ഞങ്ങളുടെ കുടുംബം നാട്ടിൽ ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവം ഇല്ലെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ഞങ്ങളൊരു കുഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല. എൻ്റെ പിതാവ് 12 ഉറക്കഗുളി കഴിക്കണം. എൻ്റെ പിതാവിന് 8 വയസ്സുള്ള കാലയളവിലാണ്. ഏതാണ്ട് 8 വയസ്സ് ഉള്ള പ്രായമാണെന്നാണ് എൻ്റെ ഓർമ്മ. പ്രൈവറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ 15 രൂപ വേണം മാസം ഫീസ് കൊടുക്കാൻ. ആ 15 രൂപ കിട്ടാൻ എനിക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ നീ റബ്ബർ വെട്ട് പഠിച്ചോളാം. അങ്ങനെ ഞാൻ റബ്ബർ വെട്ടുകാരനായിട്ട് എൻ്റെ ജീവിതം ആരംഭിച്ചു. റബ്ബർ മരത്തിൽ ചാരി ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ചത്. എനിക്ക് കൃത്യമായി പറയാൻ കഴിയും, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ കണ്ണുനീരിന് മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. എൻ്റെ ജോലി തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക. 15 വയസ്സ്. 15 വയസ്സ്. 8 മുതൽ 5:30 വരെയാണ് ജോലി സമയം. ഞാൻ കാലത്തെ 6:30 മണിക്ക് തന്നെ ജോലിക്ക് വരും. ജോലിയെല്ലാം നേരത്തെ തീർക്കും. ഒരുപക്ഷെ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എൻ്റെ പഴയ യജമാനൻ ഡോക്ടർ റെജി മാത്യു, അദ്ദേഹം എന്നെ വെപ്പ് വല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് പഠിച്ചു. അന്ന് എനിക്ക് മാസം 250 രൂപയാണ് ശമ്പളം. ആ കാലങ്ങളിൽ എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു സ്വപ്നമാണ് ഡെൻകെയറിൻ്റെ തുടക്കത്തിന് നിദാനമായത്. ഏതാണ്ട് 5.25 വർഷത്തോളം 1 മണിക്കൂറും ചില ദിവസങ്ങളിൽ 2 മണിക്കൂറും ഞായറാഴ്ച മാത്രം 3 മണിക്കൂർ ഉറങ്ങിയതായ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ 6 വർഷക്കാലം കൊണ്ട് അങ്ങനെ 20 ലക്ഷം രൂപ മുടക്കി 6 ജോലിക്കാരെ വെച്ച് 290 സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ മുറിയിൽ ഡെൻകെയർ എന്ന സ്ഥാപനം തുടങ്ങി. ഇന്ന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് സാർ ഇത് മൊത്തം? ഇന്ന് ഇത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ബിൽഡിംഗ് 1,40,000 സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ മൂവാറ്റുപുഴ തന്നെ ഏതാണ്ട് 3 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട്. ഹായ്, വെൽക്കം ടു ക്യാമ്പസ് ഡേയ്സ്. പലരും പറയുന്നതായിട്ട് എല്ലാവരും എടുത്തു പഠിക്കുന്ന കോഴ്സിന്റെ പുറയിലാണ് സ്റ്റുഡൻസ് എല്ലാ വർഷവും പൊതുവെ പോകാറുള്ളത്. പുതിയ സാധ്യതകളെ പറ്റിയോ അല്ലെ പുതിയ കോഴ്സുകളെ പറ്റിയോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. ശരിക്കും ഇതാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ലേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്? ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് അവെയർ ആയിരിക്കണം. അപ്പോൾ ഇന്ന് ക്യാമ്പസ് ഡേയ്സ് നിങ്ങൾക്ക് പുതിയൊരു കോഴ്സാണ് പരിചയപ്പെടുത്തുന്നത്, ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ്. ഇതിന്റെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്, ഡിഗ്രി കോഴ്സും ഉണ്ട്. ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏഷ്യയിലെ നമ്പർ 1 ഡെന്റൽ ലാബും വേൾഡിലെ 2nd പൊസിഷനിൽ വരുന്ന ഡെന്റൽ ലാബുമായ ഡെൻകെയറിലാണ്. ഈ ഡെന്റൽ ലാബ് നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലെ മൂവാറ്റുപുഴയിലാണ്. എനപ്പോയ് യൂണിവേഴ്സിറ്റി ഡെൻകെയർ ഡെന്റൽ ലാബുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് എന്താണെന്നും ഇതിന്റെ സിലബസ്, ഇതിന്റെ ജോലി സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെയുള്ള ഫാക്കൽറ്റീസിനോടും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോടും ചോദിച്ചറിയാം. ഇത് ഡോക്ടർ ബിനു മാം ആണ്. മാം ഇവിടുത്തെ ഫാക്കൽറ്റി ആണ്. ഹായ് മാം. ഹായ് മാം, നമുക്ക് ഈ ഒരു ഇപ്പൊ ഡിഗ്രി കോഴ്സ് ഉണ്ട്, ഇവിടെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു ഡ്യൂറേഷൻ, ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഡിഗ്രി കോഴ്സ് 3 വർഷത്തെ കോഴ്സാണ്. അപ്പം ആദ്യത്തെ 1 വർഷം സ്റ്റുഡൻസ് എല്ലാം എനപ്പോയ് യൂണിവേഴ്സിറ്റിയിലായിരിക്കും ക്ലാസ് എടുക്കും. അവിടെ തിയറിയും പ്രാക്ടിക്കലും അവർ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം 1 ഇയർ കഴിയുമ്പോൾ ഈ സ്റ്റുഡൻസ് എല്ലാം കൂടെ നമ്മുടെ DIDT-ലേക്ക് വരും. അപ്പം അവിടെയാണ് നമ്മൾ നെക്സ്റ്റ് 1.5 ഇയേഴ്സ് നമ്മുടെ DIDT-ലായിരിക്കും സ്റ്റുഡൻസ് എല്ലാം ഉണ്ടായിരിക്കും. ലാസ്റ്റ് സെം അവർ വീണ്ടും തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ അവർ ഇന്റേൺഷിപ്പ് ചെയ്യും. അവിടുത്തെ എനപ്പോയ് ഡെന്റൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ചെയ്യും. ഇത് നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസ്, BSc ഡെന്റൽ ടെക്നോളജി സ്റ്റുഡൻസ്. ഡിപ്ലോമ സ്റ്റുഡൻസ് ആണെങ്കിലോ മാം? ഡിപ്ലോമ സ്റ്റുഡൻസിന് 2 ഇയർ കോഴ്സാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് ആ സ്റ്റുഡൻസ് നമ്മുടെ ഇവിടെ വരും. പക്ഷേ ഒരു 1 ഇയർ മാത്രമാണ് ആ കുട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും എന്തൊക്കെ ട്രെയിനിങ്സ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇതൊരു ഹാൻഡ് സ്കിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ട്രെയിനിങ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ്? ഓക്കെ, അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശരിക്കും ഇതൊരു സ്കിൽഡ് ജോബാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു സ്കില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർവിങ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു പല്ലുണ്ടാക്കുന്നത് ബേസിക്കായിട്ട് നമ്മളൊരു പ്ലാസ്റ്റർ മോഡലിൽ അല്ലെങ്കിൽ വാക്സ് മോഡലിൽ നമ്മൾ പല്ലുണ്ടാക്കി തുടങ്ങും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് തൊട്ട് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ആയിട്ട് ഒരു പല്ല് എങ്ങനെ ഉണ്ടാക്കുന്ന വരെയുള്ള ട്രെയിനിങ് നമ്മളിവിടെ ഈ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വേൾഡിൽ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ട്രെയിനിങ് ആയിരിക്കുമല്ലോ എന്തായാലും ഇവിടുന്ന് കിട്ടുന്നത്. ഏഷ്യയിലെ നമ്പർ 1 ഡെന്റൽ ലാബ് ആണല്ലോ. ഉറപ്പായിട്ടും. ഓക്കെ, സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട് മാം? സ്റ്റുഡൻസ് ഒക്കെ നല്ല സ്റ്റുഡൻസ് ആണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഈ എന്താ പറയുന്നത് പ്രാക്ടിക്കൽ ചെയ്ത് അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്കൊരു ഡിസിപ്ലിൻ വരും. കാരണം ഇവിടെ നമ്മൾ ട്രെയിനിങ് നമ്മൾ ലാബിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ലാബിലെ ടെക്നീഷ്യൻസിൻ്റെ ഒപ്പം ഇരുന്ന് അവർ ട്രെയിൻ ചെയ്യപ്പെടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പങ്ക്ച്വാലിറ്റി, അവരുടെ ഡിസിപ്ലിൻ, അവരെങ്ങനെയാണ് ചെയ്യണത്, ഇതൊക്കെ കണ്ടുപിടിക്കും. അപ്പം എന്തായാലും
ഒന്നും പഠിച്ചില്ലെങ്കിലും കുട്ടികൾ എന്തായാലും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും പുറത്തോട്ട് ഇറങ്ങുന്നത്. വെൽ ട്രെയിൻഡ് ആയിരിക്കും. വെൽ ട്രെയിൻഡ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ. നിങ്ങളെല്ലാം BSc ഡെന്റൽ ടെക്നോളജി സ്റ്റുഡൻസാ അല്ലേ? എത്രാമത്തെ സെമസ്റ്റർ ആണ്? ഫോർത്ത് സെമസ്റ്റർ. ഓക്കെ. ഏനപ്പോ യൂണിവേഴ്സിറ്റിയിലായിരുന്നല്ലേ ഫസ്റ്റ് ഇയർ ഫുള്ള് ക്ലാസ് കിട്ടിയത്? എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് പ്രാക്ടിക്കൽസ് കിട്ടാൻ തുടങ്ങിയത് അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇവിടെ തന്നെ ഒരുവിധം എല്ലാം ചെയ്യിപ്പിക്കുന്നത്. വേൾഡിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അല്ല. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണ്. നല്ല ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. ട്രെയിനേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ്. 36 വർഷത്തോളമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡെൻകെയർ ഡെന്റൽ ലാബ് എന്ന് പറയുന്നത്. 1988 10ൽ താഴെ സ്റ്റാഫുകളുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പം 4200-ൽ പരം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏഷ്യയിലെ നമ്പർ 1 ലാബാണിത്. UAE, USA, UK, കാനഡ, ന്യൂസിലാൻഡ് തുടങ്ങി വേൾഡ് വൈഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടിയുള്ളൊരു സ്ഥാപനമാണിത്. എനപ്പോ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു BSc ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞ ബാച്ചിലർ കോഴ്സ് തുടങ്ങാനിടയായത്, അത് ഡെൻകെയറുമായി ഇൻഡസ്ട്രിയൽ പാർട്ട്ണറായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാനിടയായത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിദ്യാർത്ഥികൾക്ക്. ശരിക്കും സാർ ഡെൻകെയറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കോഴ്സിനെ പറ്റി ഇപ്പോൾ എനപ്പോ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഡെൻകെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു അവസരം ഒരുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് എത്തിക്കണമെന്ന് തോന്നി. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ട്രെയിനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം ഡെൻകെയറിൽ ട്രെയിനിങ് കിട്ടിയ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ അവർ എവിടെ ചെന്നാലും അവർക്ക് 100% ജോലി ഉറപ്പാണ്. ഇത് രാജ്യത്ത് ചെന്നാലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ കിട്ടും. പക്ഷേ ഇവിടെ വരുന്നവരെ ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി കോടികൾ വില വരുന്ന മെഷീനറീസ്, നല്ല നല്ല ഫെസിലിറ്റീസും സ്റ്റുഡൻസിനാണെങ്കിൽ പോലും നമ്മളോട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ഒരു ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞത്. അപ്പം ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ സ്റ്റുഡൻസിന് എനപ്പോ യൂണിവേഴ്സിറ്റിയുടെ കൂടെ നിന്ന് ഒരുക്കി കൊടുക്കുന്നതിന് വളരെ നന്ദി സാർ. കൂടെ നമ്മുടെ ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഏത് കോഴ്സ് പഠിക്കും, നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ഇതിനെക്കുറിച്ചൊന്നും അവെയർ അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇൻഫോർമേഷൻ പാസ് ചെയ്തതിനും നന്ദി സാർ. തീർച്ചയായിട്ടും ക്യാമ്പസ് വൈസിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും മനോഹരമായി ഇത് റെക്കോർഡ് ചെയ്യുവാനും ഇത് ആങ്കർ ചെയ്യുവാനും എല്ലാം നിങ്ങൾ കാണിച്ച ആ സൗമനസ്യത്തെ, കുട്ടികളിൽ ഇത് എത്തിക്കുക എന്നുള്ള നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം, ഗോഡ് ബ്ലെസ് യു. ഡെന്റൽ ടെക്നോളജി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ ഫാക്കൽറ്റീസുമായിട്ടും ഇത് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ കോഴ്സിനോട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റിനും നിങ്ങളുടെ ക്യാരക്ടറിനൊക്കെ ഈ കോഴ്സ് ആപ്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.